എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ബാംഗ്ലൂരു തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. മാച്ച് നമ്പർ 28 ആണ്. മത്സരം നടക്കുന്നത് ഏപ്രിൽ 13 കൃത്യം 3:30 കേട്ടോ മത്സരം നടക്കുന്നത്. അപ്പോൾ നാളെ വിഷു അല്ലേ, അപ്പോൾ വിഷുവിനോടനുബന്ധിച്ചിട്ട് ഞാനൊരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു എമൗണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു എമൗണ്ട് ഗീവ് ആയിട്ട് ഞാൻ തരാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിഷു ദിവസമുള്ള മാച്ചിലായിരിക്കും നമ്മൾ ഗീവ് ചെയ്ത് തരുന്നത്. ആ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ അപ്ഡേറ്റ് ഒക്കെ കിട്ടാനായിട്ട് നിങ്ങൾ എവിടെ കയറണം? നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സംഭവമൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ ഇന്നത്തെ മത്സരമായി നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ബാംഗ്ലൂരു തമ്മിലുള്ള മത്സരം നടക്കുന്നത് നമ്മുടെ രാജസ്ഥാൻ ഹോം ഗ്രൗണ്ടായ നമ്മുടെ ജയ്പൂരിലാണ് മത്സരം നടക്കുന്നത്. ഓക്കെ, മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. അതുപോലെ തന്നെ പിച്ചിനെ പറ്റിയുള്ള ഇൻസൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ പിച്ചാണ്. വിത്ത് പേസ് ബോളേഴ്സിനും ബൗൺസ് കിട്ടുന്നു, സീമേഴ്സിന് ഈ എസ്പെഷ്യലി ഇവിടെ നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇതൊരു ബാറ്റിംഗ് പാരഡൈസുമായിട്ട് മാറാറുണ്ട്. ബാറ്റിങ്ങിന് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടാറുണ്ട്. വിക്കറ്റ് വരികയാണെങ്കിൽ കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സിനെ വരിക. ആവറേജ് സ്കോറായിട്ട് കണക്കാക്കുന്നത് 165 റൺസിൻ്റെ മുകളിലാണ്. അതുപോലെ തന്നെ മാച്ചസ് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തിട്ട് 37 മത്സരങ്ങളും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്തിട്ട് 20 മത്സരങ്ങളാണ്. 37 മത്സരങ്ങൾ. ഓക്കെ, ചേസിങ് 37 മത്സരങ്ങളാണ് സെക്കൻഡ് ബാറ്റിംഗ് ചൂസ് ചെയ്ത് വിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പേസ് ബോളേഴ്സിന് ഇവിടെ നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ 207 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 115 വിക്കറ്റ് മാത്രം സ്പിന്നേഴ്സ് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുള്ളൂ. തന്നെ അതുപോലെ തന്നെ സ്കോറിംഗ് ട്രെൻഡ്സ് നോക്കുന്ന സമയത്ത് 28% ബിലോ 150 റൺസിന് താഴെ വന്നിട്ടുണ്ട്. 33% ബിറ്റ്വീൻ 150 to 169 വന്നിട്ടുണ്ട്. 160 മുകളിൽ 170 ഇടയിലൊക്കെ അത്യാവശ്യം ചില മത്സരങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതിൻ്റെ എണ്ണവും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് വിടില്ല. ഓക്കെ, പിച്ചിൻ്റെ കാര്യം ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിച്ച് എന്ന് പറഞ്ഞാൽ ബാറ്റിംഗ് പാരഡൈസ് ആണ്. കൂടുതൽ വിക്കറ്റ് കിട്ടുന്നത് ഫാസ്റ്റ് ബോളേഴ്സിനാണ്. ഏകദേശം എല്ലാ IPL മത്സരങ്ങളുടെ ഗ്രൗണ്ടും ഏകദേശം ഇതുപോലെ ആയിരിക്കും. ഈ കൂടുതൽ വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സിന് കിട്ടുന്നതെന്ന് മെയിനായിട്ട് പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സ് വന്ന് വിക്കറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ കൂടുതലും വിക്കറ്റ്സ് കിട്ടുന്നത് ആർക്കാ? ഡെത്ത് ഓവേഴ്സ് ചെയ്യുന്ന ഫാസ്റ്റ് ബോളേഴ്സിനാണ്. സോ അവർക്ക് അവിടെ അഡ്വാൻറ്റേജ് കൂടുന്നതുകൊണ്ട് കൂടുതൽ വിക്കറ്റ് അവർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അത്രയേ ഉള്ളൂ. ആ ഒരു സിമ്പിൾ ലോജിക്ക് വെച്ചിട്ടാണ് ഈ പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ബൗളേഴ്സിന് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഡ്രീം ഇലവനിലൊക്കെ ടീം ഇടുകയാണെങ്കിൽ ഏകദേശം 30 പോയിന്റ് വിക്കറ്റ്സിന് വരെ കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ബൗളേഴ്സിനെ കൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ഒരു ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പിച്ചിൻ്റെ റെക്കോർഡ്സ്. അത്യാവശ്യം നല്ല റൺസ് വരും. എങ്ങനെ പോലും 170 റൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ബാറ്റിംഗ് ഏത് ടീമാണെങ്കിലും 170 മുകളിലോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് നമ്മുടെ കുബേര ഫാൻറ്റസി. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താനുള്ള റീസൺ എനിക്ക് നല്ല രീതിയിൽ ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ടീമോ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റനോ VCയോ ഒന്നും ഇടാതെ നിങ്ങൾക്ക് ഓപ്പോണൻറ്റിനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ടീം ക്രിയേറ്റ് ചെയ്ത്, ടീമുമല്ല ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് ഈസി ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. കാണിച്ചു തരാം. 5 പ്ലെയേഴ്സാണുള്ള ജോസ് ബട്ട്ലർ, സായ് സുദർശൻ, നിക്കോളസ് പൂറം, മിച്ചൽ മാർഷ്, ശുഭ്മാൻ ഗിൽ. ഇതിലാരായിരിക്കും നന്നായി കളിക്കുക? അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആരാ തോന്നുന്നത്? ശുഭ്മാൻ ഗില്ലാണോ? ഓക്കെ, അല്ല നിങ്ങൾക്ക് മിച്ചൽ മാർഷാണോ? ഓക്കെ, മിച്ചൽ മാർഷിനെ എടുത്തു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒപ്പോണൻറ്റ് ജോസ് ബട്ട്ലറിനെ എടുത്തു, നമ്മൾ മിച്ചൽ മാർഷിനെ എടുത്തു. നമ്മളെ ചൂസ് ചെയ്ത മിച്ചൽ മാർഷ് അവിടെ കൂടുതൽ പോയിന്റ് ഇടുന്നു വെച്ചാൽ നമ്മൾ പിന്നെ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ലോജിക്ക് വെച്ച് ഈസി ആയിട്ട് ക്യാഷ് വാങ്ങാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ് കുബേര ഫാൻറ്റസി. ട്രൈ ചെയ്ത് നോക്കിക്കുക. കാരണം അത്രയും പ്രോഫിറ്റബിൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുബേരയിൽ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഡ്യുവോ പ്രോ, അതെന്താണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്യുവോ പ്രോ ഉണ്ട്, ഇവിടെ ഡ്യുവോ പ്രോ. ഈ ഡ്യുവോ പ്രോ എന്താണെന്ന് വെച്ചാൽ 2 പ്ലെയേഴ്സിന് അറ്റ് എ ടൈം ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു സെറ്റ് ഓഫ് പ്ലെയേഴ്സിനെ കാണാൻ പറ്റും മുകളിൽ. ജോസ് ബട്ട്ലർ, മിച്ചൽ മാർഷ്, നിക്കോളസ് പൂറൻ, സായ് സുദർശൻ ഗിൽ, അങ്ങനെ. അപ്പോൾ നമ്മൾ മിച്ചൽ മാർഷിനെ എടുത്തു. അപ്പോൾ മിച്ചൽ മാർഷും അതുപോലെ തന്നെ ഇപ്പുറത്തെ ഓപ്പോണൻ്റായിട്ട് ഒരാളെ കൂടെ എടുക്കണം. അത് ആരായിരിക്കും നന്നായി കൂടുതൽ പോയിന്റ് എടുക്കാൻ വെച്ചാൽ അവരെ കൂടെ എടുത്തു. അപ്പോൾ ചബറിന് താക്കൂറിനെ എടുത്തു. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്തു. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ നമ്മൾ മിച്ചൽ മാർഷിന് സർദുൽ താക്കൂറിനെയാണല്ലോ എടുത്തത്. നമ്മുടെ ഓപ്പോണൻറ്റ് ഇതുപോലെ തന്നെ മിച്ചൽ മാർഷിന് പ്രസിദ്ധ് കൃഷ്ണനെയോ എടുത്ത്. അപ്പോൾ മിച്ചൽ മാർഷിൻ്റെ പോയിന്റ് 2 പേർക്കും ഈക്വൽ ആയിരിക്കും. പ്രസിദ്ധ് കൃഷ്ണയാണോ താക്കൂറാണോ കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് മാത്രം ഇവിടെ നോക്കിയാൽ മതി. അങ്ങനെ ഈസി ആയിട്ട് 2 പ്ലെയേഴ്സിനെയൊക്കെ ചൂസ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷനാണ് നമ്മുടെ കുബേരയിലുള്ളത്. സോ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക.
ദെൻ നമ്മുടെ ചോയ്സ് ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സ് ഉണ്ട്. ഈ നമ്മൾ ആ കുബേരക്കാണ്ട സെയിം തന്നെ 5 പ്ലെയേഴ്സ് ഉണ്ട്. ആരാ നന്നായി കളിക്കാൻ ചാൻസുള്ള അവരെ പിക്ക് ചെയ്യുക, മുന്നോട്ട് പോകുക. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് പറ്റുന്ന ഒരു കിഡിലൻ ആപ്പ് തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ മൈ മാസ്റ്റർ അല്ല, നിങ്ങൾക്ക് സ്പോട്ടിൽ 200 രൂപ ക്യാഷ് ബോണസ് വേണമെങ്കിൽ ഇതിപ്പം നമ്മുടെ ലിങ്ക് വഴി കയറിക്കോ, സ്പോട്ടിൽ കിട്ടും. അതുപോലെ തന്നെ ഇതവിടെ റിയൽ ക്യാഷ് ബോണസും കയറുന്ന സംഭവങ്ങൾ ഇപ്പോൾ വീക്കെൻഡ് ഡെപ്പോസിറ്റ് ഓഫേഴ്സാണ്. ഇപ്പോൾ 100 തൊട്ട് 1000 രൂപ, ഒരു 999 രൂപ പോയി കഴിഞ്ഞാൽ 4% ക്യാഷ് ബാക്ക് കിട്ടും. 4% പറഞ്ഞാൽ എത്രയായി? 1000 രൂപയുടെ 4% എന്ന് പറഞ്ഞാൽ ഏകദേശം 40 രൂപയായി. അത്രേ ഉള്ളൂ. നമുക്ക് 40 രൂപ കിട്ടും. 999 രൂപ ആഡ് ചെയ്തതിന് ഏകദേശം ഒരു 39-40 രൂപ വരെ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് ക്യാഷ് കിട്ടിലുമായി കിട്ടുന്ന ഒരു ആപ്പ് തന്നെ. ഇപ്പോൾ 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് 5% കിട്ടും. അപ്പോൾ 1001 ആഡ് ചെയ്തതിന് എന്തായാലും 5% എന്ന് പറഞ്ഞാൽ 50 രൂപ റിയൽ ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ ഒരു കിഡിലും ഡെപ്പോസിറ്റ് ഓഫറാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ ക്യാഷ് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ദെൻ അടുത്തായി പറയാനുള്ളത് നമ്മുടെ ഫോക്കസ് 11. നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിഡിലനായിട്ടുള്ള വേറൊരു ആപ്ലിക്കേഷനാണ്. ഡെയിലി ഗീവേഴ്സ് കൊടുക്കുന്നുണ്ട്. TDS ഇല്ല, GST ഇല്ല, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തൊരു ആപ്പാണ്. അതുപോലെ തന്നെ ഡെയിലി ഗീവ് ഇതാണ്ടല്ലോ, ഇതാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. അവിടെ നമുക്ക് ഗീവ് ഫ്രീ ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് 1000 രൂപയ്ക്ക് കിട്ടും. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. XL11 തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ആപ്ലിക്കേഷനാണ്. ഇതിൽ ആ ഒരു എൻട്രി ഫീസ് കുറവാണ്, കോമ്പറ്റീഷൻ കുറവാണ്, ഈസി ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് ഈ ഒരു ആപ്ലിക്കേഷനിലൊക്കെ ഉള്ളത്. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. നമ്മൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷനിലൊന്നും TDS GST ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് 100% സുരക്ഷിതമായിട്ടുള്ള ആപ്ലിക്കേഷൻ കൂടെയാണ് ഇതെല്ലാം. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. രാജസ്ഥാൻ റോയൽസിൻ്റെ കീ പ്ലെയേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ടോപ്പ് ഓർഡർ ഫൈവേഴ്സിലായിട്ട് പറയാനുള്ളത് ജയ്സ്വാൾ. ടോപ്പ് ഓർഡറിൽ വരുന്ന ഒരാളാണ് ജയ്സ്വാൾ. ഈ ഒരു ഗ്രൗണ്ടിൽ ഏകദേശം 327 റൺസ് അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് മത്സരങ്ങളിൽ ബൗൺസ് വന്നുകൊണ്ട് അദ്ദേഹം ക്യാച്ച് ഔട്ടായിട്ട് കുറച്ച് ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട്. അതൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ടിൽ. ആ ഒരു ബൗൺസ് എന്ന് പറഞ്ഞ കാര്യം എന്തായാലും ഉണ്ടാവും. സഞ്ജു സാംസൺ അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ ഏകദേശം 789 റൺസാണ് എടുത്തുള്ളത്. അപ്പോൾ തന്നെ ക്യാപ്റ്റൻസി പ്ലസ് എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ആണ്. ലാസ്റ്റ് മത്സരം 68-38 റൺസൊക്കെയാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. മിഡിൽ ഓർഡർ സ്റ്റെബിലിറ്റി ആയിട്ട് പറയാനുള്ള റിയാൻ പരാഗ്, അദ്ദേഹത്തെ പറ്റി പറഞ്ഞ സമയത്ത് 289 റൺസാണ് അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലാസ്റ്റ് മത്സരങ്ങൾ 26, 43, 37 അങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് 3 മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്കോർ എന്ന് പറയുന്നത്. ഷിരോൺ ഹിറ്റ്മേർ അഗെയിൻസ്റ്റ് RCB ആയിട്ട് 215 റൺസിൻ്റെ ആവറേജ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഫിനിഷറാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് മത്സരങ്ങളിലൊക്കെ 52-42 റൺസോ ഇതൊക്കെ അദ്ദേഹം നേടിയിട്ടുള്ളത്. ബോളിംഗ് അറ്റാക്കിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ജോർഫ്ര ആർച്ചർ അദ്ദേഹം 12 വിക്കറ്റാണ് ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തുള്ളത്. അതുപോലെ തന്നെ ബൗൺസും വരും. അതുപോലെ തന്നെ പേസ് ബോളറുമാണ് അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ സന്ദീപ് ശർമ്മ 27 വിക്കറ്റാണ് അഗെയിൻസ്റ്റ് RCB ആയിട്ട് നേടിയിട്ടുള്ളത്. സ്വിംഗ് ആണ് മാസ്റ്റർ. പവർ പ്ലേസിൽ സ്വിംഗ് ഇട്ട് വിക്കറ്റ്സ് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം. റേപ്പിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതുപോലെ തന്നെ ഹാസിറക്ക അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് ഒരു മിസ്റ്ററി സ്പിന്നാണ്. ലാസ്റ്റ് 4 വിക്കറ്റാണ് അദ്ദേഹം ലാസ്റ്റ് മത്സരത്തിൽ എടുത്തത്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് RCBൻ്റെ മിഡിൽ ഓർഡറിന് കുലിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ദെൻ വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാംസണും അതുപോലെ തന്നെ സഞ്ജു സാംസണും അതുപോലെ തന്നെ പരാഗും അത് വേണ്ട. പിന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, അത് കാരണം ഞാൻ പറഞ്ഞിട്ട് അത് തെറ്റിപ്പോയി, പിന്നെ കറക്റ്റ് കാര്യമില്ല. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലോട്ട് നോക്കുന്ന സമയത്ത് ബാറ്റിംഗ് ആണ് പറയുന്നത്. വിരാട് കോഹ്ലി 764 റൺസാണ് അഗെയിൻസ്റ്റ് RRO ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ ചെയ്തിട്ടുള്ളത് ടോട്ടലി. റീസെൻറ്റ് ഫോം നോക്കുമ്പോൾ 67, 59, 39 നല്ല ഫോമിലാണ്. അതുപോലെ തന്നെ രാജിത് പടിദാറാണെങ്കിലും നല്ല ഫോമിലായിട്ടുള്ള വേറൊരു പ്ലെയറാണ്. ലാസ്റ്റ് മത്സരം 64, 51, 34 കീ പ്ലെയർ തന്നെയാണ്. പിന്നെ ദേവൂട്ട് പടിക്കൽ 221 റൺസാണ് അഗെയിൻസ്റ്റ് RRO ആയിട്ട് നേടിയിട്ടുള്ളത്. ലാസ്റ്റ് മത്സരം 101, 63 നേടിയിട്ടുള്ളത് ലാസ്റ്റ് സീസണിലൊക്കെയാണ്. ദെൻ ഓൾറൗണ്ടേഴ്സിൽ നോക്കുന്ന സമയത്ത് ലിയാൻ ലിവിൻസ്റ്റൺ അദ്ദേഹം 54 റൺസും 2 വിക്കറ്റുമാണ് റീസെൻ്റ്ലി നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മാച്ചപ്പ് RRന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു സ്പിന്നിങ് ത്രെഡ്സ് കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ കൃണോൾ പാണ്ഡ്യ 4 വിക്കറ്റാണ് ലാസ്റ്റ് 5 മത്സരങ്ങളിലൂടെ അദ്ദേഹം നേടിയിട്ടുള്ളത്. ഓക്കെ. ദെൻ RRൻ്റെ മിഡിൽ ഓർഡർ പിടിച്ച് വിളിക്കാൻ പറ്റുന്ന ഒരു ശേഷിയുള്ള ഒരു ബൗളറാണ് നമ്മുടെ കൃണോൾ പാണ്ഡ്യ. അതുപോലെ തന്നെ നമ്മുടെ ബൗളിംഗ് എഡ്ജിലോട്ട് നോക്കുന്ന സമയത്ത് മെയിൻ ബൗളേഴ്സായിട്ട് ഭുവനേശ്വർ കുമാർ 18 വിക്കറ്റാണ് അഗെയിൻസ്റ്റ് RRO ആയിട്ട് നേടിയിട്ടുള്ളത്. സ്വിങ്ങിനും സ്വിങ് എറിഞ്ഞ് പവർ പ്ലേയിൽ വിക്കറ്റ്സ് എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലം പ്ലെയറാണ് ജോസ് ഹേസൽവുഡ്. അഗെയിൻസ്റ്റ് RRO ആയിട്ട് 5 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. മിഡിൽ ഓവേഴ്സിൽ നല്ല ടൈറ്റ് കൊടുക്കുന്ന കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. യാഷ് ടയാൽ 6 വിക്കറ്റാണ് അഗെയിൻസ്റ്റ് RRO ആയിട്ട് നേടിയിട്ടുള്ളത്. ഡെത്ത് ഓവറിൽ മെയിനായിട്ട് കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന പ്ലെയേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ ഇതിലെ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഹ്ലിയും പടിദാറും ആണ് ഇതിൽ മെയിൻ ബാറ്റ്സ്മാൻമാർ, അതായത് ടോപ്പ് ഓർഡറിൽ വരുന്നത്. ഇവർ 2 പേരും പോയി കഴിഞ്ഞാൽ പിന്നെ
ആ ടീം പോയി. പിന്നെ അതുപോലെ തന്നെ RCB മിഡിൽ ഓർഡേഴ്സ് എന്ന് പറയുന്നത് ജിതീഷും ടിം ഡേവിഡൊക്കെ അവരുടെ കൺസിസ്റ്റൻസി ഭയങ്കര മോശമാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ടു ഹെഡ് റെക്കോർഡൊക്കെ നോക്കുന്ന സമയത്ത് ബെറ്റിംഗ് 64 ചേസിൻ ടീമാണ് കൂടുതൽ വിൻ ചെയ്തത്. അതുപോലെ തന്നെ കോഹ്ലി വേഴ്സസ് ആർച്ചർ, പേസ് വേഴ്സസ് കിങ് കോഹ്ലി ക്ലാസ്, ഓക്കെ സാംസൺ വേഴ്സസ് ഹേസൽവുഡ്, സ്പിൻ വേഴ്സസ് സ്വിങ്. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ഔട്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഷിരോൺ ഹെറ്റ്മിയർ വേഴ്സസ് പൂവി, ഫിനിഷർ വിത്ത് ഡെത്തോ. ഇവരൊക്കെ ബാറ്ററിക്ക് ഓവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വിക്കറ്റ് പോകാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ മാച്ച് വിന്നിങ് സിനാരീസ് ജസ്റ്റ് അതൊന്നും വേണ്ട. പ്രഡിക്ഷൻ ദാറ്റ്സ് ഇറ്റ്. സോ ഇത്രയുള്ള പ്രഡിക്ഷൻ. നമ്മളെ മെയിനായിട്ടുള്ള എല്ലാവരും വാല് വലിച്ചൊന്നും പറഞ്ഞില്ല, കാരണം ഓൾറെഡി 2 മത്സരം നടക്കുന്നതുകൊണ്ട് മാച്ചുമാരും വീഡിയോ അധികമൊന്നും ഇരുന്ന് കാണത്തില്ല. അപ്പോൾ അത് സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. പക്ഷെ നമ്മുടെ ഒറിജിനൽ വീഡിയോ ഇങ്ങനെയല്ല, നല്ല ലെങ്തി ആയിട്ട് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും കേട്ടോ. സോ നമ്മുടെ രാജസ്ഥാൻ വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള മത്സരത്തിൻ്റെ ടീമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സഞ്ജു സാംസൺ, അതുപോലെ തന്നെ ഫിലിപ്പ് സാൾട്ട്, അദ്ദേഹം 2 പേരെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിരാട് കോഹ്ലി, അതുപോലെ നമ്മുടെ ഹെറ്റ്മിയർ നോക്കിയിട്ട് നമുക്ക് എടുക്കാം, പടിതാറിനെ എടുക്കാം. ഹേസൽവുഡ്, ആർച്ചർ, അതുപോലെ തന്നെ ഭൂവിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ യാഷ് ടാലിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കൃണോൾ പാണ്ഡ്യ, അതുപോലെ തന്നെ റിയാൻ പരാഗ്, ലിവിൻസ്റ്റൺ 3 പേരെ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ജയ്സ്വാളിനെ ഞാൻ തൽക്കാലം എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ടീം ഇവിടെ സെറ്റായിട്ട് ഭുവനേശ്വർ കുമാറിനെ നിങ്ങൾക്ക് വേണേലും ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ ഒരു പ്ലെയറിനെ മാറ്റണം, അത് ആരെ മാറ്റുന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ മാറ്റാതിരിക്കുന്നത്. ക്യാപ്റ്റൻസി ഞാൻ എന്തായാലും നമ്മുടെ സഞ്ജു സാംസണെയാണ് കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻ നമ്മൾ സഞ്ജു സാംസനെ കൊടുക്കുന്നത്. ക്യാപ്റ്റൻസി ഒബ്വിയസ്ലി നമ്മൾ വിരാട് കോഹ്ലിക്ക് തന്നെ കൊടുക്കുന്നത്, കാരണം ആ റീസെൻ്റിലുള്ള അദ്ദേഹത്തിൻ്റെ ഫോം കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ടീം നോക്കാം: ഷിരോൺ ഹെറ്റ്മിയർ, ഫിലിപ്പ് സാൾട്ട്, അതുപോലെ വിരാട് കോഹ്ലി, രാജിത് പട്ടിദാർ, ജയ്സ്വാൾ, അതുപോലെ തന്നെ ലിയാൻ ലിവിൻസ്റ്റൺ, കൃണോൾ പാണ്ഡ്യ, അതുപോലെ നമ്മുടെ രാജിത് പട്ടിദാർ, ജോസ് ഹേസൽവുഡ്, അതുപോലെ തന്നെ ജോഫ്ര ആർച്ചർ, യാഷ് ടൈലർ. ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോയും ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും ഗുഡ് ബൈ ഫ്രണ്ട്സ്.